ഹായ് നമസ്കാരം. ദുൽഖർ സൽമാന്റെ വിശേഷങ്ങളാണ് അടുത്തത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദുൽഖർ സൽമാന്റെ പടങ്ങൾ ഇങ്ങനെ വരിയായിട്ടാണ് വരാൻ പോകുന്നത്. ഒരു നടനും ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു നടനും ഇല്ലാത്തത്ര തിരക്കിലാണ് ദുൽഖർ സൽമാൻ. സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്ത് നായകനാകുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 മാസം കഴിഞ്ഞിട്ട് പോലും ആ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് എത്താൻ തന്നെ ദുൽഖർ സൽമാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അത്രയധികം സിനിമകളാണ് നിൽക്കുന്നത്. അതായത് ആകാശം ലോകധാര എന്ന സിനിമയുടെ ഷൂട്ടിംഗ് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആ സിനിമ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്വന്തം സിനിമ എന്ന് പറഞ്ഞാൽ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന മലയാള സിനിമയായിട്ടുള്ള ഐ ആം ഗെയിം എന്ന സിനിമയ്ക്ക് ചേരാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർ മറ്റുള്ള നടന്മാരൊക്കെ അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കാന്ത എന്ന സിനിമ സെപ്റ്റംബറിൽ റിലീസാണ്. തമിഴ് സിനിമയാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ട ഗംഭീര തിരക്കഥ ആയിട്ടുള്ള കഥയാണ് വരാൻ പോകുന്നത്. അത് അതിഗംഭീര സിനിമയാണെന്ന് 100% നമുക്ക് ഉറപ്പാണ്. കാന്ത എന്ന് പറഞ്ഞ സിനിമ അത് തമിഴ് സിനിമയാണ്. അപ്പോൾ ആ സിനിമ വരുന്നുണ്ട് സെപ്റ്റംബറിൽ. ആകാശ ലോകധാര എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട് തെലുങ്ക്. അതിനിടയിൽ ഇപ്പോൾ ഈ ഐ ആം ഗെയിം സ്വന്തം സിനിമ RDXന്റെ സംവിധായകൻ നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന അതിഗംഭീര സിനിമ, വെറൈറ്റി സിനിമ, സ്പോർട്സും ആക്ഷനും കലർന്നുള്ള ഒരു സിനിമ. അതേപോലെ തന്നെ വരാൻ പോകുന്ന മറ്റൊരു സിനിമ വൈജയന്തി പിക്ചേഴ്സിൻ്റെ സിനിമകളിൽ ദുൽഖർ സൽമാൻ തെലുങ്ക് സിനിമകളിലൊക്കെ ഗംഭീരമായിട്ടും മഹാനടി പോലെയുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള വൈജയന്തി പിക്ചേഴ്സിൻ്റെ ഗംഭീര സിനിമ. അതായത് കോടികൾ ചിലവാക്കിയിട്ട് ഇറക്കുന്ന വമ്പൻ ബിഗ് ബഡ്ജറ്റ് സിനിമയിലും ദുൽഖർ സൽമാൻ പോരാ. അപ്പോൾ എല്ലാവരും ദുൽഖർ സൽമാൻ്റെ പിന്നിലാണ്. ഈ പറഞ്ഞ തെലുങ്കന്മാരും തമിഴ്നാട്ടുകാരും മലയാളികളും എല്ലാവരും ദുൽഖർ സൽമാൻ്റെ പുറകിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ സൗബിൻ ഷാഹിർ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ, ഈ ഐ ആം ഗെയിമിന് ശേഷം വരാൻ പോകുന്ന സിനിമ 2026 ജനുവരിയിൽ ദുബായ് അതുപോലെ തന്നെ കൊച്ചി ഭാഗങ്ങളിലൊക്കെ ഷൂട്ടിംഗ് തുടരാൻ, മട്ടാഞ്ചേരി കൊച്ചി ഭാഗത്തൊക്കെ ഷൂട്ടിംഗ് എത്രയും പെട്ടെന്ന് അവർ ഈ 2026 ജനുവരിയോടുകൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്ര തിരക്കാണ് ദുൽഖർ സൽമാൻ. അപ്പോൾ ദുൽഖർ സൽമാനെ കുറ്റം പറഞ്ഞ് നടക്കുന്നവരൊക്കെ പോയി എന്താ പറയുക, വേറെ പണിക്ക് പോട്ടെ. വേറെ പറഞ്ഞു വരുമ്പോൾ വേറെയൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ തൽക്കാലം അവർ കമ്മന്നടിച്ച് കിടക്കട്ടല്ലേ, വായിൽ തുണിയൊക്കെ തിരിയിട്ട് അല്ലേ. ദാസേട്ടൻ തൃശ്ശൂർ. ഹായ് നമസ്കാരം. ദുൽഖർ സൽമാൻ്റെ വിശേഷങ്ങളാണ് അടുത്തത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദുൽഖർ സൽമാൻ്റെ